ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ബീട്രൂട്ട് അച്ചാർ, ബീട്രൂട്ട് പിക്കിളാണ്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റോടു കൂടിയുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീട്രൂട്ട് അച്ചാർ. സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് ഈ വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു കട്ടിയുള്ള ഭാഗം നമുക്ക് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു പീലർ ഉപയോഗിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കുന്നു. പെട്ടെന്ന് അങ്ങ് തൊലി കളയാം ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ 2 ബീട്രൂട്ടിനുള്ള അച്ചാർ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഒരുപാട് അച്ചാർ എപ്പോഴും കൂട്ടുന്ന നല്ലതല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ആവാം. അപ്പം ചോറിനൊക്കെ ഒന്ന് തൊട്ട് കൂട്ടാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ, തൊലി കളഞ്ഞെടുത്തപ്പം. അപ്പം അതിനായിട്ട് ഇതുപോലെ വെളുത്തുള്ളി കുറച്ച് കൂടുതലുണ്ട്. വെളുത്തുള്ളി കുറച്ച് ഇഷ്ടമാണ് അച്ചാറിൻ്റെ ഇടയ്ക്കിട്ട് കടിക്കുന്നത്. അതുപോലെ ഇഞ്ചി കൊത്തിയരിഞ്ഞ്, പച്ചമുളക് ഇതുപോലെ 3 കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, 2 തണ്ട് കറിവേപ്പില. അപ്പം നമുക്ക് പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ കടുക് മൂപ്പിക്കുന്നുണ്ട് ആദ്യം ഒന്ന്, അതിൻ്റെ കൂടെ അതിനുശേഷം ഉലുവയും കൂടെ. അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, ഇത്രയും ഒന്ന് കടിക്കാൻ കിട്ടണം, അങ്ങനെ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു. അപ്പം അച്ചാർ പൊടി ഈ ഒരു ബൗളിൽ അച്ചാർ പൊടി വേണ്ടത് എടുത്ത് വെച്ചു. ഇതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് മിക്സാക്കി വെക്കണം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് അടുപ്പിച്ച് റെഡിയാക്കി വെക്കുകയാണ് അച്ചാർ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട്. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നു. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നേ. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട, ജസ്റ്റ് നന്നായിട്ട് എണ്ണ തിളച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ എന്നിട്ട് ഇളക്കി ഒന്ന് കൊടുത്തേക്കാം. അപ്പം കുറച്ചൊന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മതി. അപ്പോൾ ഉലുവ റെഡി ആയിട്ടിട്ട് ഇനി നമുക്ക് ഇഞ്ചി, കൊത്തിയരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ഒരു പച്ചച്ച ഉണ്ടാകരുത്, എന്നാലും ഒരുപാട് വഴന്ന് നമ്മൾ ഇറച്ചിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ വഴന്ന് കിട്ടുകയും ചെയ്യരുത്, കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം വെളുത്തുള്ളി ഉള്ളിയൊക്കെ കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിനി ബാക്കി വെച്ചിട്ട് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില തണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് പാകത്തിനായി. ഇനി നമുക്കിതിലേക്ക് അല്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഒരുപാട് വേണ്ട, എന്നാലും കുറച്ച്. മുളക് പൊടി തീരെ ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ അച്ചാർ പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അച്ചാർ പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിനായിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ബീട്രൂട്ടിന് നല്ലൊരു ചുവന്ന കളറുണ്ട്, അത് മതി. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്, കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്, വിനാഗിരി. അത് ഞാൻ കുറച്ച് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, 1/4 ഗ്ലാസ് ഇല്ല. അതിൻ്റെ കൂടെ ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ഇച്ചിരി ചാറ് രൂപത്തിലാട്ടോ, പെട്ടെന്ന് എടുത്ത് തീർക്കും. അതുകൊണ്ട് പിന്നെ വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഇതും കൂടി ഒന്ന് ഒഴിച്ച് തിളപ്പിക്കുകയാണ് അരപ്പിൻ്റെ ഒപ്പം ഇട്ടിട്ട്. ഇപ്പം വിനാഗിരി ഒഴിക്കാത്തതാണ് നല്ലത്, പക്ഷേ ഈ ബീട്രൂട്ട് അച്ചാറിനൊക്കെ പ്രത്യേകിച്ച് കേടാവും വേഗം. ആവശ്യത്തിന് ഇതുപോലെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അച്ചാർ ഒരുപാട് നമ്മൾ തോരൻ കറിയൊന്നും കൂട്ടുന്ന പോലെ കൂട്ടുന്നത് നല്ലതല്ല, കുറച്ച്. ഇനി ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. ഇതൊന്ന്
അരപ്പെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാറ് അധികം ആവശ്യമില്ലാത്തവർക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി, പെരണ്ടിരിക്കേണ്ടത്. കുറച്ച് ചാറ് ഒഴിച്ചു വേണ്ടതുകൊണ്ട് ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല. ബീറ്റ്റൂട്ട് അച്ചാർ, ബീറ്റ്റൂട്ട് പിക്കിൾ റെഡി ആയിക്കഴിഞ്ഞു. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കത്തില്ലേ? പക്ഷേ ടേസ്റ്റൊന്നും കുറവൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അച്ചാർ. അപ്പം അച്ചാർ പൊടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉലുവ, കടുക് ഒക്കെ വറുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വേറൊരു എപ്പിസോഡ് അങ്ങനെ കാണിക്കുന്നതായിരിക്കും വേറെ രീതിയിൽ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ ഒന്ന് ചോറിനൊക്കെ ഒരു കറി എന്താ പറയുക, ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പം അച്ചാറുണ്ടെങ്കിൽ അത്യാവശ്യം ചോറുണ്ട് പോവും. അപ്പം ഞാനിത് കുപ്പിയിലേക്ക് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാനിത് അച്ചാർ കുപ്പിയിലേക്ക് മാറ്റി കഴിഞ്ഞു. അച്ചാറൊക്കെ റെഡിയാക്കി നിറച്ചു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യണം ചാനൽ. വീഡിയോസൊക്കെ കാണണം, അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക്സ് എവരിവൺ.